ഹായ് ഫ്രണ്ട്സ്, കേരള ബാങ്കിന് റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം നമ്മൾ നേരിട്ടൊരു വലിയ പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധിയുടെ എൻഡ് വന്നിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെടുത്തി ഒത്തിരി ഒത്തിരി ഉദ്യോഗാർത്ഥികൾ വിളിക്കുന്നുണ്ട്, നിരന്തരം വിളിക്കുന്നുണ്ട്. അത് എന്താണ് കാര്യം? 151 പേജുള്ള വിധിയാണ് വന്നിട്ടുള്ളത്. ആ വിധിന്യായം നമ്മൾ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി ഇച്ചിരി സമയം എടുത്തു. കാരണം ഞാൻ ശരിക്കും പറഞ്ഞ ഇപ്പൊ യാത്രയിലാണ്, നമ്മുടെ ജെസിയുടെ സ്റ്റോറി ഷൂട്ടുമായി ബന്ധപ്പെടുത്തി. അപ്പൊ പുറത്താണുള്ളത്. എന്തായാലും അതിനിടയ്ക്ക് വിധിന്യായം പഠിച്ചു. നമ്മൾ പറഞ്ഞല്ലോ, തുടക്കം തൊട്ടേ കേരള ബാങ്ക് റാങ്ക് ലിസ്റ്റ് വന്നപ്പോഴും നമ്മൾ തന്ന വാക്കാണ്, നമ്മൾ തുടക്കം തൊട്ട് ഒടുക്കം വരെ നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്നുള്ള കാര്യം, ജോലി എടുക്കുന്നത് വരെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ. അപ്പൊ നിലവിൽ ഇപ്പൊ നിങ്ങളുടെ ഒരു വലിയ ആശങ്ക ഉള്ള ഉദ്യോഗാർത്ഥികൾ നിരന്തരം വിളിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ആശങ്ക അകറ്റാൻ വേണ്ടിയിട്ട് ആ വിധിയെ ഒന്ന് നമ്മൾ ഒന്ന് ലഘൂകരിച്ച് പറയാണ്. അപ്പൊ അതിനകത്ത് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട 2 കീ ടേക്ക് അവേസ് ആണ്. അപ്പൊ എന്തുകൊണ്ടാണ് അത് വന്നതെന്നും അതുപോലെ അതിന്റെ സാഹചര്യം എന്താണെന്നും ഇനി നമുക്ക് അതിന്റെ ആർബിട്രബിലിറ്റി ഉണ്ടോ എന്നുള്ള കാര്യം കൂടെ നമുക്കൊന്ന് വ്യക്തമാക്കാം. കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാലോ, 2019 കേരള ബാങ്കിന്റെ അമാൽഗമേഷൻ നടക്കുന്നത്. അപ്പൊ അതിനു മുന്നേ നമുക്ക് 14 ജില്ലാ സഹകരണ ബാങ്കുകൾക്കും എന്തുണ്ടായിരുന്നു, പ്രത്യേകമായിരുന്നു റിക്രൂട്ട്മെന്റ് പ്രോസസ് നടന്നത്. അല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ വിളിക്കും, വ്യത്യസ്തമായിട്ട് റാങ്ക് ലിസ്റ്റ് 14 ജില്ലയിലും പ്രസിദ്ധീകരിക്കും. അപ്പോഴത്തേക്കും നമുക്ക് ആ സമയത്ത് റാങ്ക് ലിസ്റ്റ് വന്ന് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ അമാൽഗമേഷൻ നടന്നത്. അപ്പോൾ ഇടുക്കി പോലുള്ള ചില ജില്ലകൾ എന്ത് ചെയ്തു, ഈ ലിസ്റ്റിൽ നിന്നും ആളിനെ എടുക്കുകയും മറ്റുള്ള ചില ലിസ്റ്റിൽ ഈ ചില ജില്ലകളിലുള്ള കുട്ടികൾക്ക് അവസരം നഷ്ടപ്പെടുകയും ചെയ്തു, അല്ലെങ്കിൽ അവരെ എടുത്തില്ല. അപ്പൊ അതിന്റെ കാരണമായിട്ട് കേരള ബാങ്ക് ചൂണ്ടിക്കാണിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ ഈ പറഞ്ഞ 14 ജില്ലകളിലും നേരിട്ട് നിലവിലുള്ള നമ്മുടെ ജില്ലാ സഹകരണ ബാങ്കുകൾ ഇപ്പൊ ഇല്ല. അതിനോടൊപ്പം നമുക്ക് പുതുതായിട്ടുള്ളൊരു സ്പെഷ്യൽ റൂൾ ഉള്ളത്. അപ്പൊ സ്പെഷ്യൽ റൂൾ 2023 പാസ്സായി. ആസോൺ ഡേറ്റ് 2021 വെച്ചിട്ടാണ് സ്പെഷ്യൽ റൂൾ വന്നത്. സ്പെഷ്യൽ റൂൾ എന്ന് പറയുമ്പോഴത്തേക്കും ആ സ്പെഷ്യൽ റൂളിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് ആളിനെ എടുക്കാൻ പറ്റത്തുള്ളൂ. അതൊരു സ്ഥാപനം ഫ്രെയിം ചെയ്യുന്ന റൂളാണ്. അപ്പൊ ആ റൂളിന് പ്രാധാന്യം ഉണ്ട്. പക്ഷേ അപ്പോ ഈ റൂൾ ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നമുക്കിപ്പോ നിലവിൽ 14 സ്ഥാപനങ്ങൾ, 14 ജില്ലാ സഹകരണ ബാങ്ക് നിലനിൽക്കാത്തത് കൊണ്ട് ആ ലിസ്റ്റിന് ആളെ എടുക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു കേരള ബാങ്കിന്റെ വാദം. എന്നാൽ നമുക്ക് ഇടുക്കി ജില്ലയിൽ പോലുള്ള പല ജില്ലകളിലും ആൾക്കാർക്ക് ഇന്ന് അഡ്വൈസ് കിട്ടിയത് കൊണ്ട് തന്നെ ഇതിന് സമാനമായിട്ട് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് റിട്ട് ഫയൽ ചെയ്യാനുണ്ടായത്. അതായത് നമ്മുടെ അടിസ്ഥാനമായിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള നമ്മുടെ മൗലിക അവകാശങ്ങളിൽ ഒന്നാണ് ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പൊ നിയമത്തിന് മുന്നിൽ ഇക്വാലിറ്റി കിട്ടണം. അപ്പൊ അതിന്റെ ബേസിലാണ് നമുക്ക് ഈ ഒരു റിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ആ റിട്ടിന് പരാതിക്കാർക്ക് അനുകൂലമായിട്ട് വന്ന ആദ്യത്തെ വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങൾ. ഒന്നെന്ന് പറയുമ്പോഴത്തേക്കും ആ സമയത്ത് 84 വേക്കൻസികളാണ് ആന്റിസിപ്പേറ്ററി ആയിട്ട് ആ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് അവർക്ക് കൊടുക്കണം. 2 എന്ന് പറയുമ്പോൾ കേരള ബാങ്ക് ആകുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന ആസോൺ ഡേറ്റ് വെച്ചിട്ട് നമ്മുടെ 14 ജില്ലാ സഹകരണ ബാങ്കുകളെയും റീക്ലാസിഫൈ ചെയ്യണം എന്നുള്ളതാണ്. റീക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സഹകരണം പഠിച്ചിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ എല്ലാ സഹകരണ സ്ഥാപനങ്ങളും ഏകദേശം 3 വർഷത്തിലൊരിക്കൽ റീക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. അപ്പോൾ നിലവിലുള്ള സ്റ്റാഫ് സ്ട്രെങ്ത് മതിയോ, അല്ലെങ്കിൽ നമ്മുടെ എങ്ങനെയാണ് നമ്മുടെ ബാങ്ക് പ്രവർത്തിക്കുന്നത്, ലാഭത്തിലാണോ നഷ്ടത്തിലാണോ? അപ്പൊ ലാഭത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ടി വരും, സ്റ്റാഫ് സ്ട്രെങ്ത് കൂട്ടേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെ കൂട്ടേണ്ടതായിട്ട് വരുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നഷ്ടത്തിലാണെങ്കിൽ കുറയ്ക്കേണ്ടതായിട്ടും വരും കേട്ടോ. അപ്പൊ അങ്ങനെ റീക്ലാസിഫിക്കേഷൻ നടക്കുക. അപ്പൊ ആസോൺ ഡേറ്റ് 2019 വെച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ഈ പറഞ്ഞ 14 ജില്ലാ സഹകരണ ബാങ്കുകളെ റീക്ലാസിഫൈ ചെയ്യുകയും അതിന് ആനുപാതികമായിട്ടുള്ള ആൾക്കാർ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ ആ സമയത്ത് ആവശ്യമായിരുന്നുണ്ടെങ്കിൽ ആ വേക്കൻസികൾ കൂടെ നികത്താൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർക്ക് ആ ലിസ്റ്റിൽ നിന്ന് 2019 ഉണ്ടായിരുന്ന ലിസ്റ്റിൽ നിന്ന് നിയമനം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യം വന്ന വിധിയുടെ ഒരു ലഘൂകരിച്ച രൂപം എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പൊ ഇതിനകത്ത് പറയുന്ന കാര്യം റീക്ലാസിഫിക്കേഷൻ. 2ാമത്തെ കാര്യം ഒന്നും നമുക്ക് വ്യക്തമാണ്, ഈ 84 വേക്കൻസികൾ ആ കുട്ടികൾക്ക് പോകും. അത് ആൾറെഡി മാറ്റിയിട്ടുണ്ട്, നമ്മുടെ വേക്കൻസിയെ ബാധിക്കുന്ന കാര്യമല്ല. അപ്പൊ നമ്മൾ ടെൻഷന്റെ ആവശ്യം അവിടെ വരുന്നില്ല. 2ാമത്തെ കാര്യം റീക്ലാസിഫിക്കേഷൻ ആ സമയത്ത് മിക്കവാറും എല്ലാ ജില്ലാ സഹകരണ ബാങ്കിലും നഷ്ടമൊക്കെ നേരിടുന്ന സാഹചര്യമായിരുന്നു. അപ്പൊ എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10ഓളം വേക്കൻസികളൊക്കെ മാത്രമേ റീക്ലാസിഫിക്കേഷൻ കഴിഞ്ഞാലും പോകത്തുള്ളൂ. അപ്പൊ ഇപ്പൊ കിട്ടുന്ന വിവരം എന്ന് പറയുമ്പോൾ നമുക്ക് കേരള ബാങ്ക് ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള നടപടികൾ പെട്ടെന്ന് തന്നെ തീർക്കാനുള്ള ഒരു രീതിയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങൾ, അപ്പോൾ നിലവിൽ നമുക്ക് എങ്ങനെ പോയാലും ഇപ്പൊ തന്നെ നമുക്ക് 300ലധികം അഡ്വൈസുകൾ പോയി കഴിഞ്ഞു അല്ലെ. അതുപോലെ പുതിയൊരു അഡ്വൈസ് തയ്യാറാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പുതിയൊരു അഡ്വൈസ് അയക്കാൻ വേണ്ടി ഇരുന്ന സമയത്താണ് നമുക്ക് ഈ പ്രശ്നം വന്നത്. അപ്പൊ ഒറ്റ കാര്യമേ ഉള്ളൂ, ഇപ്പൊ നമ്മുടെ ലിസ്റ്റ് ഇതുവരെ റദ്ദാക്കിയിട്ടില്ല, ലിസ്റ്റിന് സാധു നഷ്ടപ്പെട്ടിട്ടില്ല. മുകളിൽ പ്രസ്താവിച്ച വിധി ഉണ്ടല്ലോ, വിധിയിൽ 2 കാര്യങ്ങൾ, ഒന്ന് റീക്ലാസിഫിക്കേഷനും അതുപോലെ നേരത്തെ മാറ്റിവെച്ച വേക്കൻസികൾ പഴയ ലിസ്റ്റിൽ നിന്ന് കൊടുക്കലും. ഈ 2 കാര്യങ്ങൾ ചെയ്യുന്ന മുറയ്ക്ക് നമ്മുടെ ലിസ്റ്റിന് സാധുതയുണ്ട്. നമ്മുടെ ലിസ്റ്റിൽ നിന്ന് മാത്രമേ ഇനി ആളിനെ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. എത്രയും പെട്ടെന്ന് ഈ നടപടികൾ പൂർത്തിയാകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുകൂടെ ഉണ്ടാകണം. അതിനുവേണ്ടിയുള്ള സജഷൻസ് നമ്മുടെ ഭാഗത്ത് ഉണ്ടായിരിക്കും. ഉറപ്പായിട്ടും നിങ്ങൾ കൂടെ നിൽക്കുക. പിന്നെ എനിക്ക് ഒരു കാര്യം ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയാറുണ്ട്, നിങ്ങൾ CSCBക്ക് വേണ്ടിയുള്ള പഠനം ഒരു കാരണവശാലും നിർത്തിവെച്ച് കളയരുത്. നിങ്ങൾ കിട്ടിയ 1ാം റാങ്ക് ആവട്ടെ 2ാം റാങ്ക് ആവട്ടെ, നമ്മുടെ ആദ്യത്തെ ഒപ്പിടുന്നവരെ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, അടുത്ത് വരുന്ന ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി കൃത്യമായിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. സഹകാരി എന്നും എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. നമ്മളെല്ലാവരും രക്ഷപ്പെട്ട് ഒരു ജോലി കിട്ടി നമ്മൾ ലൈഫ് സെറ്റിൽ ആകുന്നവരെ കൂടെ ഉണ്ടായിരിക്കും മക്കളെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.